നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. വീണ്ടും യുദ്ധക്കളമായി ഹോർമുസ്. ടാങ്കറിന് നേരെയുള്ള ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ മരിച്ചു. 6 ഇന്ത്യക്കാരടക്കം 8 പേർക്ക് പരിക്ക്. ഇറാനിയൻ ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തി അതൃപ്തി അറിയിച്ച ഇന്ത്യ. ഹോർമുസ് പിടിച്ചടക്കാൻ ട്രംപ്. ചെറുത്തുനിൽപ്പിന് നിയമം പാസാക്കാൻ ഇറാൻ. ഇറാനിയൻ നഗരങ്ങളിലേക്ക് ആക്രമണം തുടർന്ന് അമേരിക്ക. ഗൾഫിലേക്ക് പ്രത്യാക്രമണം. കള്ളാടി ദുരന്തത്തിൽ തുരങ്കപാത പദ്ധതിയിലെ കുറ്റകരമായ ഉദ്യോഗസ്ഥ വീഴ്ച. മുൻ ചീഫ് സെക്രട്ടറി ജയതിലക് പ്രതിക്കൂട്ടിലേക്ക്. ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് അവഗണിച്ചു. തുരങ്കപാതയിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഇടപെടേണ്ടെന്ന് ജയതിലക് നിലപാടെടുത്തത് ദുരൂഹം. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ബിജെപി തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്ഥാനാർത്ഥികളുടെ കട്ടൌട്ട് വെച്ചതിലും പണം തട്ടി. കമ്മീഷൻ ഇടപാട് നടന്നെന്ന് വ്യക്തമാക്കുന്ന പാർട്ടി നേതാക്കളുടെ ശബ്ദരേഖ ന്യൂസ് 18 പുറത്തുവിട്ടു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിലും തട്ടിപ്പ്. തെരഞ്ഞെടുപ്പ് മാനേജിംഗ് കമ്മിറ്റിയുടെ പട്ടികയും പുറത്ത്. പണമടങ്ങിയ ബാഗിനൊപ്പം സെൽഫിയെടുത്ത സിദ്ധാർത്ഥ് കമ്മിറ്റി അംഗം. CPI-CPM ഉടക്ക് കടുത്തു. ഉപനേതൃപദവിയിൽ CPIയുടെ പരസ്യ നിലപാടിൽ CPMനും മുന്നണി കൺവീനർക്കും നീരസം. CPI നേതാക്കളുമായുള്ള TP രാമകൃഷ്ണന്റെ കൂടിക്കാഴ്ചയുണ്ടായേക്കില്ല. ചർച്ചയുടെ അറിയിപ്പില്ലെന്ന് ബിനോയ് വിശ്വം. പഴയ AKG സെന്റർ CPMന് നഷ്ടമാകുമോ? കേരള സർവകലാശാലയുടെ സ്ഥലം CPM കയ്യേറിയെന്ന പരാതിയിൽ നടപടി വരുന്നു. മുഴുവൻ ഭൂമിയും അളന്നു തിട്ടപ്പെടുത്തും. AKG പഠന കേന്ദ്രത്തിന് സർവകലാശാല ഭൂമി അനുവദിച്ചത് 1977 ആന്റണി സർക്കാർ. സർവകലാശാല നീക്കം. ഇതേ പരാതി ഹൈക്കോടതിയും പരിഗണിക്കുന്നതിനിടയിൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്ത് BJP കൌൺസിലർ സുഗതൻ. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഇന്ത്യൻ ഭരണഘടനയിൽ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുന്നതും ഭാഷാലയോ അവതയോ പാരമ്പര്യമോ ഉദ്ദേശമോ സത്യവാചകം ചൊല്ലിക്കൊടുത്ത് മേയർ. തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് നാണക്കേടെന്ന് UDF കൌൺസിൽ യോഗം ഉടൻ വിളിക്കണമെന്ന് LDF. തന്ത്രി കണ്ഠരര് രാജീവരുടെ മകനെ ശബരിമലയിൽ തന്ത്രിയാക്കുന്നതിൽ ദേവസ്വം ബോർഡിന് എതിർപ്പില്ലെന്ന് പ്രസിഡന്റ്. തീരുമാനം ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകുമെന്നും K ജയകുമാർ. താന്ത്രിക ചുമതല വഹിക്കാനാവില്ലെന്ന് കണ്ഠരര് രാജീവര് കത്ത് നൽകിയെന്നും ദേവസ്വം പ്രസിഡന്റ്. കുട്ടികളെ അപമാനിച്ചെന്ന വിവാദത്തിൽ വാർത്താസമ്മേളനം വിളിച്ച് മറുപടിയുമായി ഡോക്ടർ KT ജലീൽ. ആർക്കെങ്കിലും മോശമായി അനുഭവപ്പെട്ടാൽ മാപ്പ് ചോദിക്കാം. കുട്ടികൾക്ക് പൊതുവായന കുറവെന്നും അധ്യാപകനായതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചതെന്നും ജലീൽ. സതുദ്ദേശത്തോടെയാണെന്നും ജലീൽ ചെയ്തത് ഇന്നത്തെ കാലത്ത് തെറ്റാണെന്ന് മന്ത്രി AP അനിൽകുമാർ. BJPയുമായി ഏറ്റുമുട്ടാനില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി. രാജീവ് ചന്ദ്രശേഖർ തന്നെ ഉപരാഷ്ട്രപതിയെയും സുരേഷ് ഗോപിയെയും തിരുത്തിച്ചു. നിലപാട് സ്വാഗതാർഹമെന്നും G സുകുമാരൻ നായർ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ കേണൽ ഡോക്ടർ അനിൽ മേനോൻ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:17 യാത്ര തിരിക്കും. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് യാത്ര. റഷ്യക്കാരായ 2 പേർക്കൊപ്പം. തിരുവനന്തപുരത്ത് സ്കൂളിൽ ക്രൂര റാഗിംഗ് എന്ന പരാതി. +1 വിദ്യാർത്ഥിയെ +2കാർ തല്ലിച്ചതച്ചു. കഴുത്തിൽ കാലുകൊണ്ട് ലോക്കിട്ടു. ജൂനിയർ വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ഭാഗ്യം കൊണ്ട്. പരാതി നൽകി കുട്ടിയുടെ മാതാപിതാക്കൾ. പെരുമ്പാവൂരിൽ ആശാപ്രവർത്തകയ്ക്ക് നേരെ വീടിനുള്ളിൽ ലൈംഗികാതിക്രമം. പ്രതി മോഷ്ടിക്കാൻ കയറിയ യുവാവ്. സംഭവം കഴിഞ്ഞ വെള്ളിയാഴ്ച. ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും തെരച്ചിൽ തുടരുന്നുവെന്നും പോലീസ്. യൂട്യൂബർ തൊപ്പി ഒളിവിൽ. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ പോലീസ്. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് നിഗമനം. തൊപ്പിയുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യും.
വാർത്തയിലേക്ക് വിശദമായി. ഹോർമുസ് കടലിടുക്ക് യുദ്ധക്കളമാക്കി ഇറാനും അമേരിക്കയും. 2 UAE എണ്ണ ടാങ്കറുകൾ ഇറാൻ തകർത്തു. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ഇന്ത്യ ഡൽഹിയിൽ ഇറാന്റെ ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. ഹോർമുസിൽ വീണ്ടും US ഉപരോധം കൊണ്ടുവരാനാണ് ട്രംപിന്റെ നീക്കം. ഇതിന് ലോകരാജ്യങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കുമെന്നും പ്രഖ്യാപിച്ചു. പകരം ഹോർമുസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള നിയമം പാർലമെന്റിന്റെ പരിഗണനയിലാണെന്ന് ഇറാൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിലേക്ക് US വീണ്ടും ആക്രമണം നടത്തിയിരുന്നു. പ്രതികാരമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈൽ വർഷിക്കുകയും ചെയ്തു. അജയ് സുധ ബിജു ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജയ്, വലിയ ഏറ്റുമുട്ടലിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്ന സാഹചര്യമാണ്. നാവിക ഉപരോധം വീണ്ടും ഏർപ്പെടുത്തുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനം ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത്? കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയാണോ ഉള്ളത്? രേണുക, ഹോർമുസ് കടലിടുക്കിന്റെ സാഹചര്യം കൂടുതൽ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. അമേരിക്ക ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ ഉപരോധം നിലവിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ഇറാൻ പുതിയ നിയമം പാസ്സാക്കാനിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പലതവണ ഇറാൻ ഒരു നിയമം കൊണ്ടുവന്നതാണ്. പേർഷ്യൻ ഗൾഫ് ആക്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരമൊരു നിയമം ഇറാൻ പാർലമെന്റിൽ പാസ്സാക്കാനിരുന്നത്. എന്നാൽ ഇത് പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് യുഎസുമായിട്ടുള്ള കരാർ കാരണമൊക്കെ പലതവണ അത് നീട്ടിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലെ ഒരു അംഗം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹോർമുസിന് വേണ്ടി അമേരിക്കയും ഇറാനും തമ്മിൽ വടംവലി തുടരുകയാണ്. ഇതിൽ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ ഒമാൻ തീരത്തു കൂടി കടന്നുപോയ 2 UAE ടാങ്കറുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. 6 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ടായിരുന്നു. ഈ സംഭവത്തിനെ തുടർന്ന് ഇറാന്റെ ഇന്ത്യയിലുള്ള ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിലുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. മുഹമ്മദ് ജാവദ് ഹുസൈനി ഇത്തരത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ എത്തുകയും ഇന്ത്യയുടെ ആശങ്കകൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കാണാം എന്നുള്ള മറുപടി അദ്ദേഹം തിരിച്ച് നൽകിയതായിട്ടുമാണ് വിവരമുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യുഎസിന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ വിവിധ നഗരങ്ങളിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണവും നടന്നിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ട് ഇറാൻ ഗൾഫ് മേഖലയിലേക്കാണ് ആക്രമണം നടത്തിയത്. കുവൈറ്റിനും ബഹ്റൈനും പുറമെ ജോർദാനിൽ കൂടി ഇറാന്റെ മിസൈൽ വർഷം ഉണ്ടായിട്ടുണ്ട്. ജോർദാനിൽ ഒരു യുഎസിന്റെ എയർഫോഴ്സ് കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയും ക്രമാതീതമായിട്ട് ഉയർന്നിട്ടുണ്ട്. നിലവിൽ $84 എന്നുള്ള നിലയിലാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഒമാന്റെ തീരത്ത് മറ്റൊരു കപ്പലിൽ കൂടി ഒരു ടാങ്കറിൽ കൂടി ആക്രമണം നടന്നതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ ഒരു രാജ്യവും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോൾ US നടത്തുന്ന ഒരു പുതിയ നീക്കം എന്ന് പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ ഉപരോധം കൊണ്ടുവരുന്നതിനോടൊപ്പം USന്റെ ഭാഗത്ത് നിന്ന് ഒരു ടോൾ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം. ഇതിന് ട്രംപ് പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഹോർമുസിൽ US തങ്ങളുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷിത പാത നൽകുന്നതിന് ബദലായിട്ട് ആ കപ്പലുകൾ അതുവഴി ചരക്ക് നീക്കം നടത്തുന്നതിൻ്റെ 20% തുക അമേരിക്കയ്ക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്യണം എന്നാണ് ട്രംപ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത് സംബന്ധിച്ച് അദ്ദേഹം ഒരു ട്രൂ സോഷ്യലിൽ ഒരു പോസ്റ്റും ഇട്ടിരുന്നു. ഇത്തരത്തിൽ യുഎസും ഇറാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഹോർമുസ് കടലിന് വേണ്ടി വാഗ്വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാവുകയാണ്. വയനാട് തുരങ്കപാത ദുരന്തത്തിന് പിന്നിൽ കുറ്റകരമായ ഉദ്യോഗസ്ഥ അനാസ്ഥ. മുൻ ചീഫ് സെക്രട്ടറി A. ജയതിലകാണ് പ്രതിക്കൂട്ടിലേക്ക് എത്തുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയെ നോക്കുകുത്തിയാക്കിയായിരുന്നു മുൻ ചീഫ് സെക്രട്ടറിയുടെ ഇടപെടൽ. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അപകട സാധ്യതാ മുന്നറിയിപ്പ് ചീഫ് സെക്രട്ടറി തള്ളിയതിന് വ്യക്തമായ തെളിവ് പുറത്തുവിടുകയാണ് ന്യൂസ് 18. തുരങ്കപാത വിഷയത്തിൽ KSDMAയോ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോ ഇടപെടേണ്ടതില്ല എന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നിലപാട്.
വയനാട് കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അപകടത്തിൽ 8 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട അനാവശ്യ തിടുക്കം കഴിഞ്ഞ സർക്കാർ കാണിച്ചിരുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ പാരിസ്ഥിതിക അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ആ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്ന ഒരു രേഖ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KSDMA കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 3/6/2025 നടന്ന യോഗത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയതിലകിന്റെ സംശയാസ്പദമായ ഇടപെടലുകളാണ് ഈ മിനിറ്റ്സിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതായത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്നതുമായി ബന്ധപ്പെട്ട് 5-6 കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസത്തിലാണ് ഇപ്പോൾ നടന്നിട്ടുള്ള കള്ളാടി ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന വികസനം വളരെയധികം ഉള്ള തുരങ്കപാത പോലെയുള്ള ഒരു നിർമ്മാണത്തിൽ അന്നത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വയനാട് ഈ വിഷയത്തിനകത്ത് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ സമീപിച്ചിരുന്നു. എന്നാൽ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ ഈ വിഷയം പഠിക്കാൻ അനുവദിക്കാതെ അത് വളരെ പെട്ടെന്ന് ആ ഫയലുകൾ നിർബന്ധപൂർവ്വം നിയമപരമായ രീതിയെ മറികടന്നുകൊണ്ട് ആ ഫയലുകൾ മടക്കാനായി ചീഫ് സെക്രട്ടറി ഇടപെട്ടു എന്നുള്ള യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ വിഷയത്തിനകത്ത് അന്ന് നടന്ന യോഗത്തിൽ 2 സയന്റിസ്റ്റുകൾ ഉൾപ്പെടെ വിദഗ്ധമായി ചെന്നൈ IIT പോലെയുള്ള ഏതെങ്കിലും ഒരു സ്വതന്ത്ര സംവിധാനത്തെ കൊണ്ട് വിദഗ്ധമായ ഒരു പഠനം KSDMA നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു സജഷൻ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുണ്ടക്കൈ പോലെയുള്ള ഒരു ദുരന്ത ബാധിത മേഖലയാണ്. അതീവ പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള ഇടമാണ്. അവിടെ വലിയ വികസനം, അടിസ്ഥാന വികസനം ആവശ്യമുള്ള ഒരു നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു പഠനം വേണമെന്നുള്ള ആവശ്യം അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത 2 ശാസ്ത്രജ്ഞർ അഭിപ്രായം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വനാഥ് സിൻഹയും ഒപ്പം ടിങ്കു ബിശ്വാളും അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും ഇതിൽ പഠനം വേണമെന്ന നിലപാടിലാണ് നിന്നിരുന്നത്. എന്നാൽ ഈ ഫയലുകൾ 2 മാസക്കാലമായി, അതായത് എൻവയറമെന്റൽ ക്ലിയറൻസ് നൽകാനുള്ള അനുമതി നൽകാനുള്ള ഉത്തരവാദിത്തം നമ്മുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് എൻവയറമെന്റൽ ക്ലിയറൻസ് നൽകാനുള്ള ഉത്തരവാദിത്തം KSDMAയുടേതല്ല, തീർച്ചയായും അത് കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ആ വിഷയം, അങ്ങനെ ഒരു വിഷയം പറഞ്ഞുകൊണ്ട്, അതായത് എൻവയറമെന്റൽ ക്ലിയറൻസ് എന്ന പേരിലാണ് ഈ ഫയൽ മടക്കാൻ ശ്രമിച്ചെന്നുള്ളതാണ്. പക്ഷേ അവിടെ എൻവയറമെന്റൽ ക്ലിയറൻസ് അല്ലായിരുന്നു നൽകേണ്ടിയിരുന്നത്. മറിച്ച് സ്വന്തം നിലയ്ക്ക് സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ, പ്രത്യേകിച്ച് പാരിസ്ഥിതിക പ്രശ്നമുള്ള ഇടത്ത് സ്വന്തം നിലയ്ക്ക് ഒരു പഠനം നടത്തേണ്ടതുണ്ട്. എൻവയറമെന്റൽ ക്ലിയറൻസ് അല്ല നൽകേണ്ടത്, മറിച്ച് അവിടെ ഒരു നമുക്ക് ബോധ്യപ്പെടുന്നതിന്റെ തരത്തിലുള്ള റിപ്പോർട്ടാണ് വേണ്ടത് എന്നുള്ളതായിരുന്നു വ്യക്തമായി മിനിറ്റ്സിൽ നിന്ന് അതായത് DDMA വയനാട് ആവശ്യപ്പെട്ടതെന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എന്നാൽ എൻവയറമെന്റൽ ക്ലിയറൻസിന്റെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ആ ഒരു പഠനത്തെ, അതായത് സ്വതന്ത്രമായ ഒരു പഠനത്തെ വിലക്കിയത് ചീഫ് സെക്രട്ടറി എന്തിന് എന്നുള്ളതിന്റെ ഉത്തരം പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 8 ജീവനുകൾ കള്ളാടിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊലിഞ്ഞിരുന്നു. ആ ജീവനുകളുടെ ഉത്തരവാദിത്തത്തിന്, ആ ജീവന്റെ വിലയുള്ള ഒരു തീരുമാനമായിരുന്നു ഈ ഡിസിഷൻ എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭരണപരമായ KSDMAയുടെ അവകാശത്തെ, അതായത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഈ വിഷയങ്ങൾ, അതായത് ഒരു നിർമ്മാണം നടക്കുമ്പോൾ ഒരു ദുരന്ത സാധ്യതയുണ്ട്, അതോടൊപ്പം തന്നെ ദുരന്തമുണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, എന്ത് തയ്യാറെടുപ്പുകൾ നടത്താം എന്നുള്ളത് ഭരണഘടനാപരമായി KSDMAയ്ക്ക് നിയമപരമായി അനുവദിച്ചു നൽകിയിട്ടുള്ള അവകാശമാണ്. ആ അവകാശത്തെ എന്തുകൊണ്ട് നിഷേധിച്ചു എന്നുള്ള ചോദ്യം ഉയർന്നു നിൽക്കുന്നു. അതിനെ നിഷേധിച്ചുകൊണ്ട്, അവരെ ശകാരിച്ചുകൊണ്ട് ഈ ഫയലുകൾ എന്തുകൊണ്ട് 2 മാസം കൈവശം വെച്ചുവെന്ന് കുറ്റപ്പെടുത്തി ഈ ഫയലുകൾ ജയതിലക് മടക്കി എന്നുള്ളതാണ് ചോദ്യം. ചെന്നൈ IIT പോലെയുള്ള ഒരു സ്വതന്ത്ര സംവിധാനത്തെ ഉപയോഗിച്ച് പഠനം നടത്താൻ എന്തുകൊണ്ട് ശ്രമം നടത്തിയില്ല? അങ്ങനെ ഒരു പഠനം നടത്തിയിരുന്നെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അത് തടസ്സമാകുമോ, അല്ലെങ്കിൽ അത് നിർമ്മാണ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നോ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തെന്നുള്ള ചോദ്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായുണ്ട്. അതോടൊപ്പം തന്നെ KSDMAയുടെ സംസ്ഥാനത്തെ ചെയർ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അറിയാതെയാണോ ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മാത്രം ഡിസിഷനുമേൽ ആ ഫയലുകൾ, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മാത്രം ഡിസിഷനിൽ ഫയലുകൾ മടക്കാൻ കഴിയില്ല എന്നിരിക്കെ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മാത്രം ഡിസിഷനിൽ എങ്ങനെ ഈ ഫയലുകൾ മടങ്ങി എന്നുള്ള ചോദ്യം കൂടി ഈ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു നിൽക്കുന്നു. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത്. ഈ അനാവശ്യ ഇടപെടലുകൾ ഓവർ റൂൾ ചെയ്തുകൊണ്ട് ഭരണഘടനാപരമായ അതിനകത്ത് നടത്തേണ്ട നിയമപരമായ ഒരു അവകാശങ്ങളെ മറികടന്നുകൊണ്ട് അതിനെ ചെയ്യരുത് എന്ന്
പറഞ്ഞ് തടയിട്ടത് എന്തിനാണ് എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതായി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിനകത്ത് ഇനിയും ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായൊരു പഠനം ആവശ്യമുണ്ട്. ചൂരൽമലയും മുണ്ടക്കയും അടക്കമുള്ള പ്രദേശത്തെ മരണങ്ങളുടെ മുറിവ് കേരളത്തിന്റെ മനസ്സിൽ നിന്ന് ഉണങ്ങുന്നതിന് മുമ്പാണ് കള്ളാടിയിൽ അടുത്ത ദുരന്തം ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണത്തിന്റെ തുടക്കഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അതിൽ നിന്ന് മറികടന്ന് മറ്റൊരു തലത്തിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ കേരളത്തിന് ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും അധികം ആക്ട് ചെയ്യേണ്ട KSDMAക്ക്, കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഠനം വീണ്ടും നടത്തേണ്ടതുണ്ട്. അത്തരം പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിനോടൊപ്പം തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ചീഫ് സെക്രട്ടറിയുടെ സംശയാസ്പദമായ ഇടപെടൽ അത് ഇപ്പോൾ കേന്ദ്ര കൊങ്കൺ റെയിൽവേ പോലെയുള്ള ഒരു സംവിധാനം കൊണ്ടുവരുന്ന എൻവയോൺമെന്റൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതിൽ നിക്ഷിപ്ത താല്പര്യമുണ്ട് എന്നാണ് അന്ന് ആ യോഗത്തിൽ ഉയർന്നു വന്ന വാദം. അതിനെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് എന്ന് ശാസ്ത്രജ്ഞന്മാരടക്കം ആവശ്യപ്പെട്ടിട്ടും അതിനെ മറികടന്നുകൊണ്ട് ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഡിസിഷൻ എടുത്തത് സർക്കാരിന് വേണ്ടിയാണോ, ഉദ്ഘാടന മാമാങ്കം നടത്തുന്നതിന് വേണ്ടിയാണോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. ആ ചോദ്യത്തിന് മേൽ കൃത്യമായി 8 ജീവനുകൾ പൊലിഞ്ഞതിൽ ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അത് കേരളത്തിന്റെ തന്നെ ആവശ്യമാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. സ്ഥാനാർത്ഥികളുടെ കട്ടൌട്ട് വെച്ചതിൽ കമ്മീഷൻ ഇടപാട് നടന്നതായാണ് ഓഡിയോയിൽ വ്യക്തമാകുന്നത്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിലും തട്ടിപ്പ് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ നേതാവുമായി കമ്മീഷൻ സംബന്ധിച്ച് ചർച്ച നടത്തുന്ന ഓഡിയോ ആണ് പുറത്തുവന്നത്. അതിനിടെ BJPയുടെ തെരഞ്ഞെടുപ്പ് മാനേജിംഗ് കമ്മിറ്റി പട്ടികയും പുറത്തുവന്നു. പണമടങ്ങിയ ബാഗിനൊപ്പം സെൽഫി എടുത്ത സിദ്ധാർത്ഥ് BJP തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗമാണെന്നും ഹൈടെക് സോഷ്യൽ മീഡിയ ചുമതലക്കാരുടെ പട്ടികയിൽ സിദ്ധാർത്ഥും ഉൾപ്പെട്ടതായും തെളിയിക്കുന്നതാണ് പട്ടിക. BJP തെരഞ്ഞെടുപ്പുകളുള്ള നേതാക്കൾ മൂടിവെക്കാൻ ശ്രമിക്കുന്തോറും കൂടുതൽ ശക്തമായ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കമ്മീഷൻ കൈപ്പറ്റിയ നേതാക്കളുടെ പട്ടിക, പേരുവിവരമടക്കമുള്ള കത്ത് ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ ആ ആരോപണങ്ങളെയും BJP നേതൃത്വം അനൌദ്യോഗികമായി നിഷേധിച്ചിരുന്നു. ഏതായാലും ഇന്ന് പുറത്തു വന്ന ശബ്ദരേഖ കമ്മീഷൻ കൈപ്പറ്റുന്നതിനെ ചൊല്ലി, അതായത് നേതാക്കളുടെയും പാർട്ടി കൊടിയുടെയും ഒക്കെ കട്ടൗട്ടുകൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മീഷന് വേണ്ടിയുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെയും മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിൻ്റെയും ടെലിഫോൺ സന്ദേശത്തിൻ്റെ ടെലിഫോൺ സംസാരത്തിൻ്റെ റെക്കോർഡാണ് പുറത്തു വന്നത്. അതിൽ കൃത്യമായി തന്നെ പകുതി തുക, ഒരു കട്ടൗട്ട് ചിലവാകുന്നതിൻ്റെ പകുതി കമ്മീഷനായി മാറ്റണമെന്ന നിർദ്ദേശം ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം നൽകുന്നതിൻ്റെ ശബ്ദരേഖയാണ് ഇന്ന് പുറത്തു വന്നത്. പിന്നെ മറ്റത് 8000 പീസ് അടിക്കണം ഡൈക്കട്ട്. അതിൽ പാതി നമുക്കും പാതി ഇറക്കും. 8 കിലോ ഇറക്കും, 8 കിലോ നമുക്കും. 8000 പീസ് മറ്റേ ഡൈ കെട്ടടി, ഡൈ അല്ലാത്ത മറ്റേ സ്ക്വയർ ഇല്ലടാ. 8000 പീസ്, അതായത് 10-12 ലക്ഷം രൂപ. 8 കിലോ നമുക്ക് 8 കിലോ ഇറക്കും. ആ രീതിയിൽ ബില്ല് ചെയ്യണേ. മറ്റേ സ്ക്വയർ ബോർഡിന്റെ ബില്ല് റെഡി ആയിക്കോളേ. അത് അടിക്കണമെങ്കിൽ അപ്പോഴേ ഞാൻ പറയും. ഇതിന്റെ ബില്ല് 3 ഇൻവോയ്സ് അന്ന് കൊടുത്താലും ഓർമ്മയുണ്ടോ? അതിൽ ഏറ്റവും കുറഞ്ഞ ഇൻവോയ്സും കൂടെ വെച്ച് റെഡിയാക്കി വയ്ക്കും. തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിന് നടപടി നേരിടുന്ന പാർട്ടി ചുമതല നീക്കി നിർത്തിക്കുന്ന നേതാവിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലും പുറത്തു വരാൻ തന്നെയാണ് സാധ്യത. അതിനിടെ നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടൊരു ചിത്രമുണ്ടായിരുന്നു. BJPയുടെ ഒരു പ്രവർത്തകൻ, തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഒരു പ്രവർത്തകൻ, സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇടപെട്ട് നടത്തിയ പ്രവർത്തകൻ നോട്ടുകെട്ടുമായി നിൽക്കുന്ന ഒരു ചിത്രം. അത് BJP നേതൃത്വവും ABP നേതൃത്വമൊക്കെ അന്ന് തള്ളിപ്പറഞ്ഞ ഒരു കാര്യമാണ്. ഏതായാലും അയാൾക്ക് തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ചുമതല ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. മാനേജിംഗ് കമ്മിറ്റി, അതായത് ഈ BJPയുടെ തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യാൻ നിയോഗിച്ച കമ്മിറ്റി, അതിൻ്റെ കൺവീനർ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ആയിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം നടപടി നേരിടുന്ന അഞ്ജൻ അതിൻ്റെ പ്രധാനിയാണ്. ആ കമ്മിറ്റിയിൽ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ പ്രധാനിയായിരുന്നു ഈ സിദ്ധാർത്ഥ് എന്ന് വ്യക്തമാക്കുന്ന രേഖയാണ് പുറത്തു വന്നത്. അതായത് സിദ്ധാർത്ഥ് വളരെ പ്രധാനപ്പെട്ട പദവി വഹിച്ചിരുന്ന ആൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ. അയാളുടെ കയ്യിലാണ് ഈ കണ്ടാൽ ലക്ഷക്കണക്കിന് രൂപയുണ്ടെന്ന് തോന്നുന്ന ഒരു ബാഗ് ഇട്ട് അദ്ദേഹം സെൽഫി ഇട്ടത്. ആ ചിത്രമാണ് നേരത്തെ പുറത്തു വന്നത്. അതായത് സിദ്ധാർത്ഥിൻ്റെ പാർട്ടി ബന്ധം കൂടുതൽ വ്യക്തമാകുന്ന തെളിവുകളാണ് അതുമായി ബന്ധപ്പെട്ടും ഇന്ന് പുറത്തു വന്നത്. NSS അനുകൂല നിലപാടുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ ഉപരാഷ്ട്രപതിയുടെ പരാമർശത്തിൽ പുതിയ വഴിത്തിരിവ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും തള്ളിപ്പറയുന്നതാണ് ഫലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട്. NSS നിലപാടുകളോട് എതിർപ്പുണ്ടെങ്കിലും നേരിട്ടൊരു ഏറ്റുമുട്ടൽ ഗുണമാകില്ല എന്നാണ് BJPയുടെ വിലയിരുത്തൽ. എന്നാൽ BJPയുമായി ഏറ്റുമുട്ടാനില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കി. രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം തന്നെ ഉപരാഷ്ട്രപതിയെയും സുരേഷ് ഗോപിയെയും തിരുത്തിച്ചുവെന്നും സുകുമാരൻ നായർ പ്രതികരിച്ചു.
എന്തായാലും NSSന്റെ ഇന്നലത്തെ മൗനം അത് ഫലം കണ്ടു എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ. കാരണം രാജീവ് ചന്ദ്രശേഖരൻ തന്നെ രംഗത്തിറക്കി വാർത്താക്കുറിപ്പ് ഇറക്കി ഫലത്തിൽ CP രാധാകൃഷ്ണനെയും സുരേഷ് ഗോപിയും തിരുത്തുന്നു. BJPക്ക് ഇങ്ങനെ ഒരു നിലപാടില്ല, ഏതെങ്കിലും വ്യക്തികളൊക്കെ നടത്തുന്ന നിലപാടുകൾ BJP NSS ഏറ്റുമുട്ടലായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. മാത്രമല്ല സുകുമാരൻ നായരെ പുകഴ്ത്തിക്കൊണ്ട് തനിക്ക് വലിയ പിന്തുണ നൽകുന്ന നേതാവാണ് സുകുമാരൻ നായർ എന്നുകൂടി പറഞ്ഞത് NSS നേതൃത്വം സ്വാഗതം ചെയ്യുകയാണ്. അതിൽ അല്പം സന്തുഷ്ടി പ്രകടിപ്പിക്കുകയുമാണ്. ഫലത്തിൽ അവർ തന്നെ തിരുത്തി എന്ന നിലപാട് എടുക്കുന്നു. പക്ഷേ ഇതിൽ വീണ്ടും ഒരു പരസ്യ പ്രതികരണം നടത്തി വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് പോകുന്ന രീതി ഇക്കാര്യത്തിൽ ഇനിയും സ്വീകരിക്കേണ്ട. കാരണം അവർ തന്നെ തിരുത്തിയ ഒരു സാഹചര്യമാണ് ഫലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് G. സുകുമാരൻ നായർ ചെയ്യുന്നത്. എന്തായാലും സുരേഷ് ഗോപി, CP രാധാകൃഷ്ണൻ ഇവരൊക്കെ ഇനിയും എന്ത് പ്രതികരണം നടത്തും എന്നുള്ളതാണ് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഒരു സമാന്തര നീക്കം ഉണ്ടാകുന്നു, ഇതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്നലെ സുകുമാരൻ നായർ അനൗദ്യോഗികമായി വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് ഡൽഹി പോലൊരു സ്ഥലത്ത് ഒരു മന്നം സ്മൃതി മണ്ഡപം ഉണ്ടാക്കുന്നു, പലയിടത്തും പലതരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാക്കുന്നു. സമീപകാലത്ത് NSSനെ തകർക്കാനുള്ള അത്തരം ചില നീക്കങ്ങൾ നടത്തിയതായി ആ നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് കരുതുമ്പോൾ ഫലത്തിൽ പക്ഷേ BJP അതിനൊപ്പം ഇല്ല എന്ന് പറയുകയാണ് സംസ്ഥാന അധ്യക്ഷൻ ചെയ്തത്. അതോടുകൂടി NSS ഫലത്തിൽ ഇന്നലത്തെ മൗനം ഗുണം കണ്ടു. ഈ വിഷയത്തിൽ ഇനിയും മൗനം തുടരാനാണ് സാധ്യത. ഒരു പ്രതികരണം നടത്തി ഇത്തരം ആളുകളെ കൂടുതൽ വളർത്തേണ്ടതില്ല, അത് അവർക്കൊരു പ്രോത്സാഹനമായി മാറും എന്നാണ് ഒരു വിലയിരുത്തൽ NSSനെ സംബന്ധിച്ചുള്ളത്. എന്തായാലും നിലവിലത്തെ പ്രതിസന്ധി വിവാദം ഫലത്തിൽ ഇതോടെ കെട്ടടങ്ങുന്നു എന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിലുള്ളത്. BJPയും ഒരുപക്ഷെ നേതാക്കൾക്ക് ഇനി മുന്നറിയിപ്പ് നൽകാൻ തന്നെയാണ് സാധ്യത. ഇത്തരം വിഷയങ്ങളിൽ NSSുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടുകൂടിയുള്ള പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന ഒരു നിർദ്ദേശം നൽകാൻ തന്നെയാണ് സാധ്യത. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. കേരള യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം CPM കയ്യേറിയെന്ന പരാതിയിൽ സർവകലാശാലയും നടപടിക്ക്. ഇതുൾപ്പെടെ സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്താൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. സർവേ ഡയറക്ടറിനോട് ഇക്കാര്യം ആവശ്യപ്പെടാനാണ് തീരുമാനം. AKGയുടെ സ്മരണ നിലനിർത്താൻ പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കാൻ ഭൂമി അനുവദിക്കണമെന്ന AKG സ്മാരക കമ്മിറ്റിയുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1977 AK ആന്റണി സർക്കാർ സർവകലാശാലയുടെ ഭൂമി അനുവദിച്ചത്. എന്നാൽ ഇതിനു പുറമെ കൂടുതൽ ഭൂമി CPM കയ്യേറിയെന്ന പരാതി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിനിടയിലാണ് സർവകലാശാലയുടെ പുതിയ നീക്കം. പാവങ്ങളുടെ പടത്തലവനെന്ന് CPM വിശേഷിപ്പിക്കുന്ന ജനകീയ നേതാവ്, കേരളം കണ്ട ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് AKGയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് AKG പഠന ഗവേഷണ കേന്ദ്രം CPM ആരംഭിച്ചത്. 77 AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ AKG സ്മാരക സമിതിയുടെ സെക്രട്ടറി EK നയനാർ അന്നത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലയുടെ ഭൂമിയിൽ നിന്ന് 34 സെന്റ്, പാളയത്തെ ഭൂമി 34 സെന്റ് CPMന് വിട്ടുകൊടുത്തത്. AKG പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനായിരുന്നു ഈ ഭൂമി അന്ന് സർക്കാർ CPMന് AKG സ്മാരക സമിതിക്ക് വിട്ടുകൊടുത്തത്. 34 സെന്റായിരുന്നു അന്ന് വിട്ടുകൊടുത്താൽ പിന്നീട് 84 ആയപ്പോൾ ഇതിൽ വലിയ തർക്കങ്ങളുണ്ടായി. CPM ഭൂമി കയ്യേറി, 20 സെന്റിലേറെ ഭൂമി CPM കയ്യേറി എന്ന ആരോപണം ഉയർന്നു വന്നു. 92 വിളനിലം സർവകലാശാല വൈസ് ചാൻസലർ ആയിരിക്കെ ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ തുടങ്ങി വെച്ചു. പിന്നീട് അത് മുന്നോട്ട് പോയില്ല. കഴിഞ്ഞ വർഷമാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ നേതൃത്വത്തിൽ കോടതിയെ സമീപിക്കുന്നത്. AKG സെന്ററിന്റെ പേരിൽ, AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പേരിൽ CPM കയ്യേറിയ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചത്. ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിലാണ്. അതിനിടയിലാണ് സർവകലാശാലയിൽ ഭരണം മാറി വരുന്നതും UDFന് ആധിപത്യമുള്ള സിൻഡിക്കേറ്റ് വരികയും ചെയ്തത്. ഇന്നലെ ആ സിൻഡിക്കേറ്റാണ് സർവകലാശാലയുടെ എല്ലാ ഭൂമിയും അളന്നു തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചത്. സർവേ ഡയറക്ടറെ ചുമതലപ്പെടുത്താനാണ്, അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനം. ഇടതു സിൻഡിക്കേറ്റുകളുടെ എതിർപ്പിനിടയിലും ആ തീരുമാനം കൈക്കൊണ്ടു. മുഴുവൻ ഭൂമിയും തിരിച്ചുപിടിക്കാൻ ലക്ഷ്യം ഈ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭൂമി അളക്കാനാണ്. അവിടെ ആ ഭൂമി കയ്യേറ്റമുണ്ടെങ്കിൽ തിരിച്ചുപിടിക്കാൻ നീക്കം തന്നെയാണ് നടക്കുന്നത്. സർവകലാശാലയുടെ ഭൂമി അനധികൃതമായി കൈവശം വച്ചിരിക്കുകയാണെന്നുള്ള കാര്യം CPMന് ബോധ്യമുള്ളതാണ്. എന്തുകൊണ്ട് AK ആന്റണി 1977 ഈ ഭൂമി AKG സെൻറ്ററിന് കൊടുത്തത്? അന്ന് CPMന്റെ സെക്രട്ടറി ആയിരുന്ന നയനാർക്കാണ് കൊടുത്തത്. എന്നാൽ കൊടുത്ത ഭൂമിയേക്കാൾ ഇരട്ടിയിൽ കൊടുത്താൽ അവർ യൂണിവേഴ്സിറ്റി ഭൂമി പിടിച്ചെടുത്തു എന്നുള്ള സത്യമാണ്. എനിക്ക് സർക്കാരിൽ നിന്നും സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ രേഖയിൽ പറയുന്നത് 55 സെൻറ്റ് ഭൂമി
AK സെന്റർ കൈവശമുണ്ടെന്നുള്ളതാണ്. ഇത് CPM നേരത്തെ അപകടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ അവർ കക്ഷി ചേർന്നിട്ടുണ്ട്. കോടതി CPM നിലപാട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പല ഫയലുകളും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പോലും ഇല്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഏതായാലും CPMന് ഏറ്റവും വൈകാരിക ബന്ധമുള്ള ഇടമാണ്. ദീർഘനാൾ CPMന് സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായി കൂടി പ്രവർത്തിച്ച AKGക്ക് ശേഷം EMS ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രവർത്തിച്ച AKGയുടെ പേരിലുള്ള ഈ സ്ഥാപനം, അവിടെ സർക്കാർ ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് വന്നാൽ നിയമപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും CPM അതിനെ തടയാൻ തന്നെയാകും ശ്രമിക്കുക. ഏതായാലും വലിയ നിയമ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കാകും ഇന്നലത്തെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം വഴിവെക്കുക. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ R. സുഗതന് വിയ്യൂർ ജയിലിൽ സത്യപ്രതിജ്ഞ. രാവിലെ 11 മണിയോടെ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ച് മേയർ VV രാജേഷാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കുന്നത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട സുഭദ്ര എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഭാഷാകയോ അവതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ പദവിയിൽ അത്രയും യഥാർത്ഥയും വിശ്വാസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം നഗരസഭയിലെ 20ാം വാർഡ് കൗൺസിലറും BJP നേതാവുമായ R. സുഗതൻ കാപ്പ കേസിൽ പ്രതിയായി ജയിലിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി. അദ്ദേഹം ജയിലിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു, കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നേരത്തെ ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് സുഗതൻ ഉൾപ്പെടെ പലരെയും അയോഗ്യത കൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് സുഗതൻ ഇപ്പോൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. ഇത് കേരള ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ജയിലിൽ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്ത് ജനപ്രതിനിധി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്ന രീതിയിലേക്ക് വരുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുഗതൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതി ഇത് നിരാകരിക്കുകയും ചെയ്തു. കാരണം ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ ഉയർന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് കാപ്പ ചുമത്തപ്പെട്ട ഒരു പ്രതിയാണ്, ആ പ്രതിക്ക് ഈ രീതിയിലുള്ള ഇളവുകൾ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ട് എന്നാൽ മറ്റെന്ത് ചെയ്യാൻ കഴിയുമെന്ന് കോടതി ചോദിച്ചു. അങ്ങനെയാണ് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കാമെന്ന് പറഞ്ഞത്. അതനുസരിച്ചാണ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്തത്. വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് R. സുഗതൻ ഉള്ളത്. കഴിഞ്ഞ ജൂൺ 9 മുതൽ ജയിലിലാണ്. ഏതായാലും ഇക്കാര്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തിരുവനന്തപുരം മേയർ VV രാജേഷ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, മറ്റ് ജയിൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഇവിടെ സന്നിഹിതരായിരുന്നു. കോടതി നിർദ്ദേശമനുസരിച്ചുകൊണ്ട് അക്രഡിറ്റഡ് മാധ്യമ പ്രവർത്തകർക്കും അവിടെ പ്രവേശനം അനുവദിച്ചിരുന്നു. ജയിലിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട സുഭദ്ര എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ. BJPക്ക് എതിരെയുള്ള വലിയ രീതിയിലുള്ള വിമർശനമായിട്ട് പലരും ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നുവെങ്കിലും ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ ഞങ്ങൾക്ക് അറിയാം. CPM ഉൾപ്പെടെയുള്ള ആളുകൾ എന്തുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്നു, അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടികളുണ്ട്. ഹൈക്കോടതി നിർദ്ദേശാനുസരണമാണ് ഇത്തരം കാര്യങ്ങൾ നടന്നത്. ഈ ഒരു സുഗതന്റെ വിഷയത്തിൽ കോടതി നിർദ്ദേശാനുസരണമായിരിക്കും തങ്ങൾ മുന്നോട്ട് പോവുക എന്നെല്ലാം VV രാജേഷ് ഇതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശക്തമായുള്ള വിയോജിപ്പ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അക്കാര്യങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. കൗൺസിലറുടെ അഭിഭാഷക സംഘം അക്കാര്യങ്ങളുടെ വിശകലനം ചെയ്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിൽ വരുന്ന ഉത്തരവുകൾ അനുസരിച്ച് ആ ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ദൗത്യം. ഞങ്ങൾ അക്കാര്യങ്ങൾ ചെയ്യും. സുഗതൻ നിലവിൽ 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല, ജയിലിലായതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ 3ാമത് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നാൽ സ്വമേധയാ അയോഗ്യനാകുന്ന രീതിയിലേക്ക് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പോവുകയും ചെയ്യും. എന്തായാലും സുഗതൻ്റെ ഈ കാര്യങ്ങളിൽ സുഗതനെതിരെയുള്ള ഒരു പ്രതിഷേധ നടപടികളുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് CPM നടത്തി വന്നിരുന്ന റിലേ നിരാഹാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് കോടതി നടപടികൾ തുടരുന്നതിനാലും അതോടൊപ്പം തന്നെ സുഗതൻ സ്വമേധയാ ഇക്കാര്യങ്ങളിൽ നടപടികൾ നേരിടേണ്ടി വരുന്നതിനാലും ഈ സമരം അവസാനിപ്പിക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി V. ജോയി പറഞ്ഞു. ഇതിന്റെ മുമ്പിലുള്ള റിലേ സത്യാഗ്രഹം അവസാനിപ്പിക്കുകയാണ്. അസന്നിഗ്ധമായിട്ടുള്ള ഒരു ഉത്തരവാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറത്തുവിട്ടത്. എന്നാൽ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളിൻ്റെ സത്യപ്രതിജ്ഞ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ജയിലിനകത്ത് ലൈബ്രറി ഹാളിൽ സത്യപ്രതിജ്ഞ ചെയ്യാം എന്നുള്ളതാണ്. ഈ 6 മാസക്കാലം ജയിലിനുള്ളിലാകുമ്പോൾ നിശ്ചയമായും
കൗൺസിൽ യോഗങ്ങളിൽ തുടരെ പങ്കെടുക്കാൻ സാധിക്കാത്ത സ്ഥിതി വരും. സ്വമേധയാ തന്നെ കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതും ഞങ്ങൾ പറഞ്ഞതും. കാപ്പ കേസിൽ പ്രതിയായ സുഗതനെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ഉയർന്നുകൊണ്ടിരുന്നത്. ഏതായാലും അതിലൊരു പ്രതിസന്ധിക്ക്, ഭരണപരമായ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം തേടിക്കൊണ്ടാണ് BJP അടക്കം ഈ കോടതിയിലേക്ക് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുഗതനടക്കം കോടതിയിലേക്ക് വരികയും ചെയ്യുന്നത്. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചുവെങ്കിൽ കൂടിയും തുടർച്ചയായ കൗൺസിൽ യോഗങ്ങളിൽ വരാതിരിക്കുന്നത് അയോഗ്യതയിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങും. അതോടൊപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് CPM-ഉം കോൺഗ്രസും ശ്രമിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപം CNG പൈപ്പ് ലൈൻ പൊട്ടി. കിംസ് ആശുപത്രിക്ക് മുന്നിലൂടെയുള്ള ഗതാഗതം ഇതുകൊണ്ട് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഡാൻ കുര്യൻ ഉണ്ട് അവിടെ നിന്നും വിവരങ്ങളുമായി. ഡാൻ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? എന്താണ് പരിഹാര നടപടികൾ നടക്കുന്നത്? കുമാരപുരത്ത് നിന്ന് കിംസ് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡാണിത്. ആ റോഡ് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്ത് വെച്ചാണ്, അതായത് എനിക്ക് പിന്നിലുള്ള ഈ ഭാഗത്ത് വെച്ചാണ് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് CNG പൈപ്പ് ലൈൻ, അവിടെ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടയിൽ ആ പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായിരിക്കുന്നത്. അവിടെ ഇപ്പോഴും 1 മണിക്കൂർ നേരമായി ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗ്നിശമന സേനയും പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്ത് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയല്ല. ഈ വശത്തുകൂടിയുള്ള ഇരുവശങ്ങളിലൂടെയുമുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. പോലീസ് എത്തി വാഹനങ്ങൾ മുഴുവൻ വഴിതിരിച്ചു വിട്ടുകൊണ്ടും ഇരിക്കുന്നു. ഈ പൈപ്പ് ലൈൻ അതിന്റെ പ്രധാന കേന്ദ്രത്തിൽ നിന്ന് ഓഫ് ചെയ്യുക എന്നതാണ് ഏക വെല്ലുവിളി. അപ്പോൾ ആ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കാരണം വലിയ തലത്തിൽ ഏതാണ്ട് 1 മണിക്കൂർ നേരമായി ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്ഥലത്ത് ഒരു തരത്തിലുള്ള പാചകവാതകമോ അതല്ല എങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലെ വൈദ്യുതിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. കൂടി നിന്ന് നാട്ടുകാരെ പോലീസും അഗ്നിശമന സേനയും സമീപ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അവിടെ നിന്ന് ഓടിച്ചു മാറ്റുകയാണ്. കാരണം ആളുകൾ കൂട്ടം കൂടുകയോ അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാവുകയോ ചെയ്താൽ അതുണ്ടാക്കാൻ സാധ്യതയുള്ള അപകടം നമുക്കറിയാം. നേരത്തെയും കേരളം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ മെയിൻ പൈപ്പ് ലൈനിൽ നിന്ന് അത് ആ ചോർച്ച അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ഊർജിതമായി ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായാണ് 1 മണിക്കൂർ മുമ്പ് ഈ JCB ഉപയോഗിച്ച് അവിടെ ആ റോഡ് കുഴിക്കുന്നതിനിടയിൽ ഈ CNG പൈപ്പ് ലൈനിന്റെ ഒരു ഭാഗത്ത് ചോർച്ചയുണ്ടായതും അതിശക്തമായ നിലയിൽ ഈ CNG ഗ്യാസ് പുറത്തേക്ക് വമിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്നോടൊപ്പം പ്രദേശവാസി ഒരാൾ ചേരുന്നത്. എത്ര നേരമായി ഇങ്ങനെ തുടങ്ങിയത്? ഇത് തുടങ്ങിയിട്ട് ഇപ്പോഴും 1.5 മണിക്കൂർ തുടങ്ങിയാവും. 1 മണിക്കൂർ മുമ്പേ തന്നെ തുടങ്ങിയ സമയത്ത് തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഫയർഫോഴ്സിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ പോലീസ് വന്ന് റോഡൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഫയർഫോഴ്സും വന്ന് എൻ്റെ ഗ്യാസിൻ്റെ ഏജൻസിയുടെ ആൾക്കാർ വന്ന് മെയിൻ ഓഫ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇത് എവിടെയാണ് ഇതിന്റെ മെയിൻ? എവിടെയാണെന്ന് അറിയില്ല. അവർ രണ്ട് വണ്ടിയിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓഫ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്നിട്ട് ഓഫ് ആവണമെന്നില്ല, ഓഫായിട്ടില്ല. ഇപ്പോഴും നല്ല രീതിയിൽ ഗ്യാസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അതിനുള്ള സംവിധാനത്തിന് അവർ എല്ലാവരും എന്ത് പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്? റോഡിന്റെ പണിയാണ്. റോഡിന്റെ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ JCB ഉപയോഗിച്ച് പണി ചെയ്യുന്നതിനിടയിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അല്ലേ? അതെ, JCB പണി നടക്കുന്നത്. ഓക്കെ. അപ്പോൾ പോലീസ് അവിടെ നിന്ന് നിർദ്ദേശം നൽകിയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങളും അല്പം പുറകേട്ട് മാറുകയാണ്. കാരണം ആളുകൾ ഇവിടേക്ക് വരുന്നത് ഒരു തരത്തിലും അത് ഒരു തരത്തിലും അനുവദിക്കില്ല. കാരണം വലിയ തരത്തിൽ അത് ഒരു അപകട ഭീഷണിയായി മാറും. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളെ മുഴുവൻ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ കൂടി മാറണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രഭവ സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങൂ ഡാൻ. ഞാൻ ഡാനിലേക്ക് തിരിച്ചു വരാം. അതിനു മുൻപ് സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങൂ. എന്തായാലും 1 മണിക്കൂർ മുമ്പെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപമാണ് ഈ റോഡിൽ. അവിടെ കുറേ നാളായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണിപ്പോൾ CNG പൈപ്പ് ലൈൻ പൊട്ടിയിരിക്കുന്നത്. 1 മണിക്കൂർ മുമ്പായിരുന്നു ഈ സംഭവം ഉണ്ടായത്. വലിയ രീതിയിലുള്ള ചോർച്ച ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ പോലും കാണാം. അത് വലിയ ശബ്ദവുമുണ്ട്. ആ രീതിയിൽ ചോർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കിംസ് ആശുപത്രിക്ക് സമീപമാണ്. മാത്രവുമല്ല ഒരുപാട് സ്ഥാപനങ്ങളൊക്കെയും ഉള്ള ഒരു റോഡാണ്, തിരക്ക് പിടിച്ച റോഡാണ്. അവിടെയാണ് ഈ ചോർച്ച സംഭവിച്ചിരിക്കുന്നത്. ഇനി അത് മെയിൻ കേന്ദ്രത്തിൽ നിന്ന് അത് ഓഫ് ചെയ്യുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നതാണ് പറയുന്നത്. അപ്പോഴും പാലിക്കേണ്ടുന്ന കർശനമായ നിർദ്ദേശങ്ങളുണ്ട്. തീ ഉണ്ടാകാൻ പാടില്ല
പാടില്ല, ഒപ്പം മറ്റ് സ്പാർക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും പാടില്ല. അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഡാൻ, എനിക്ക് തോന്നുന്നു ഡാൻ അവിടെ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ച സുരക്ഷിത ഇടത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഡാൻ, എന്താണ് ഇനി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ? പ്രദേശത്തു നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ടത് ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടാകുമോ? അത്തരം ഗുരുതരമായ സാഹചര്യവും ഉണ്ടോ? അതോ അതിനു മുൻപ് തന്നെ ഇത് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവുമാണോ ഉള്ളത്? സമീപത്തെ വീടുകൾ, അതോടൊപ്പം ചെറിയ ചായക്കടകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഗ്യാസുകൾ, മറ്റ് സാധനങ്ങളുടെ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. വൈദ്യുതി കണക്ഷനുകൾ ഓഫ് ചെയ്തിടാനുള്ള നിർദ്ദേശവും നൽകുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആളുകളെ ഇവിടെ നിന്ന് ദൂരത്തേക്ക് മാറ്റുകയാണ്. വാഹനങ്ങൾ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. ഒരു കാരണവശാലും വാഹനങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. ഈ ഗ്യാസിന് ലീക്കേജ് അത് പൂർണ്ണമായി പരിഹരിക്കുന്നതുവരെ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയോ അതിന് സമീപത്തേക്ക് പോവുകയോ ചെയ്യരുത് എന്ന കർശനമായ നിർദ്ദേശം നൽകി സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് അടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ എന്നോടൊപ്പം ചേരുന്നു. സാർ, ഇപ്പൊ എന്താണ് നമ്മൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്? എവിടെയാണ് എന്റെ വാൽവ്? ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിച്ചു. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ. അവരവരുടെ കൃത്യനിർവഹണത്തിലാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. പോലീസ് വാഹനം കുറുകെ ഇട്ടുകൊണ്ട് ഈ കുമാരപുരത്ത് നിന്ന് കിംസ് ആശുപത്രിയിലേക്ക് വരുന്ന വഴിയിലുള്ള ഗതാഗതം പൂർണ്ണമായി പോലീസ് തടഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു കാരണവശാലും വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കുമാരപുരത്ത് വെച്ച് തന്നെ, അതായത് ഞങ്ങൾ വരുന്ന വഴിയിൽ ഇവിടെ വരെ വാഹനങ്ങൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇവിടേക്ക് പോലും വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. കുമാരപുരത്ത് നിന്ന് തന്നെ പൂർണ്ണമായി വാഹനങ്ങൾ കടത്തിവിടുകയാണ്. കാരണം അവിടെ വെച്ച് തന്നെ അത് വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. പെട്ടെന്ന് തീർച്ചയായും അങ്ങനെ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് ഡാൻ അവിടെ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രീയ വിദ്യാലയമുണ്ട്, നിരവധി ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട്, ഷോപ്പുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, അപ്പോൾ റെസ്റ്റോറന്റുകളുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ എങ്ങനെയാണ് പോലീസ് ഈ നിർദ്ദേശങ്ങൾ കൈമാറുന്നത്? അവിടെ ഓരോ ഇടത്തും എത്തി അവരോട് ഈ നിർദ്ദേശങ്ങൾ നൽകുകയാണോ? ജനങ്ങളെ എങ്ങനെയാണ് സുരക്ഷിതരാക്കുന്നത്? അതിനുള്ള എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനാംഗങ്ങളും ആണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ഓരോ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തി ആളുകൾ പൂർണ്ണമായി ഇവിടെ നിന്ന് മാറിപ്പോകണം, വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കണം, വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഓഫ് ചെയ്യണം, ഗ്യാസോ മറ്റ് പാചകവാതകമോ ഒരു തരത്തിലുള്ള തീയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കരുത് എന്ന നിർദ്ദേശം നൽകി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ആളുകളെ ഇപ്പോൾ മാറ്റുന്ന ദൃശ്യമാണ് കാണുന്നത്. പോലീസ് എത്തി ചെറിയ കടകളിൽ വരെ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ മാറ്റുകയാണ്. വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നീക്കാൻ സമ്മതിക്കില്ല. ചെറിയ വാഹനമൊക്കെ അവിടെ നിന്ന് തള്ളി മാറ്റി സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഇടണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോഴും ഈ ഗ്യാസ് മുകളിലേക്ക് ലീക്കേജായി അത് ഉയരുന്നത് കാണാം. അതിനപ്പുറത്തേക്ക് ഇതിന്റെ മെയിൻ ഒരു വാൽവുണ്ട്. ആ വാൽവ് അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആശങ്കയ്ക്ക് പരിഹാരമാകും. അത് ആ വാൽവ് അടയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ഇതിന്റെ കോൺട്രാക്ടർമാർ, മറ്റ് ജീവനക്കാർ, ടെക്നിക്കൽ ടീം അവരൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്. ആ മെയിൻ സോഴ്സിൽ നിന്ന് മാത്രമേ, അതായത് മെയിൻ വാൽവ് അടച്ചാൽ മാത്രമേ ഈ ലീക്കേജ് കൃത്യമായി പരിഹരിക്കാൻ കഴിയൂ. അങ്ങനെ അത് ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്താൽ ഈ ലൈനിൽ എന്നാലും CNG ഉണ്ടാകില്ലേ ഡാൻ? അതിനല്ലാണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ഉണ്ടോ? ഈ ലൈനിലുള്ള CNG മുഴുവൻ ചോർന്നു പോയി അങ്ങനെ സുരക്ഷിതമാക്കാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും മാത്രമേ ബാക്കിയുള്ളൂ? വിദഗ്ധ സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തുണ്ടോ? നിയന്ത്രണ വിധേയമാണ് സാഹചര്യമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഈ ഘട്ടത്തിൽ? അത് ആ ലീക്കേജ് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യാതെ നിയന്ത്രണ വിധേയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് സാഹചര്യം. കാരണം ഇതിനോടകം ഏതാണ്ട് 1 മണിക്കൂർ നേരമായി ഈ CNG പൈപ്പ് ലൈനിൽ നിന്ന് ഉയർന്ന വാതകം അത് അന്തരീക്ഷത്തിലുണ്ട്. അത് കൃത്യമായി നമുക്ക് ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ അപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നോക്കുമ്പോൾ ആ വലിയ മരക്കൂട്ടങ്ങൾക്കിടയിൽ അതിന് മുകളിലായി ഈ വാതകം ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് നമുക്ക് ഇവിടുന്ന് വളരെ പ്രകടമാണ്. പക്ഷേ അത് ദൃശ്യങ്ങളിൽ എത്ര കണ്ട് വ്യക്തമാണ് എന്ന് അറിയില്ല. അപ്പോൾ ഈ വാതകം അങ്ങനെ കൃത്യമായി ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് വാക്വം ചെയ്തെടുക്കുന്നതിനുള്ള ഒരു സംവിധാനങ്ങൾ അഗ്നിശമന സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ അത് പ്രവർത്തിപ്പിക്കാൻ ഇപ്പോൾ കഴിയില്ല. കാരണം ഈ ലീക്കേജ് കണ്ടിന്യൂ ആയി അങ്ങനെ മുകളിലേക്ക് ഈ വാതകം ചോർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അവിടേക്ക് കൃത്യമായി ഈ മെയിൻ
വാൽവിൽ നിന്ന് ആ പൈപ്പ് ലൈനിലേക്കുള്ള കണക്ഷൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കൃത്യമായി ആ വാക്യൂം ചെയ്ത് എടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് വമിച്ചിരിക്കുന്ന ആ വാതകം കൃത്യമായി അത് വാക്യൂം ചെയ്തെടുക്കാനുള്ള സംവിധാനം അഗ്നിശമന സേനയ്ക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുവരെ അപകടമൊന്നും ഉണ്ടാകാതെ നോക്കുക എന്നതാണ് പോലീസിനും അഗ്നിശമന സേനയ്ക്ക് മുമ്പിലുള്ള വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് പ്രായമായവരെയും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെയും ഉൾപ്പെടെ തൊട്ട് സമീപത്തെ താമസ സ്ഥലങ്ങളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അതോടൊപ്പം ഈ വാഹന യാത്രക്കാരടങ്ങുന്ന അല്ലെങ്കിൽ സമീപ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിലെ യാത്രക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും രണ്ട് വശങ്ങളിലേക്കായി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മറ്റ് അപകട സാധ്യതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കുമാരപുരത്ത് വാഹനങ്ങൾ പൂർണ്ണമായി ഏതാണ്ട് ബ്ലോക്ക് ചെയ്ത അവസ്ഥയാണ്. അവിടെ നിന്ന് ഒരു വാഹനങ്ങൾ പോലും ഇവിടേക്ക് കടത്തിവിടുന്നില്ല. കാരണം വാഹനങ്ങൾ കടത്തിവിട്ടാൽ അത് ഉണ്ടാക്കാനിടയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉദ്യോഗസ്ഥർക്കുണ്ട്. ആ ഒരു പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ടാണ് ആളുകളെ പൂർണ്ണമായി ഈ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും അടച്ചുകൊണ്ട് സുരക്ഷിതമായ ഒരു സാഹചര്യം പൂർണ്ണമായി ഉറപ്പാക്കിക്കൊണ്ട് ഈ ബ്ലോക്കേജ് അത് കൃത്യമായി ലീക്കേജ് ബ്ലോക്ക് ചെയ്യുന്നതുവരെ മറ്റ് തരത്തിലുള്ള ഒരു അപകട സാധ്യതകൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യത്തോടെ വളരെ കൃത്യമായൊരു ഇടപെടൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നമുക്ക് അവിടേക്ക് നോക്കുമ്പോൾ ആ ശബ്ദം നേർത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ ആ ലീക്കേജ് ഏതാണ്ട് അടയ്ക്കുന്ന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അവിടേക്കുള്ള വാൽവിന്റെ കണക്ഷൻ മെയിൻ വാൽവിന്റെ കണക്ഷൻ അത് അവിടേക്ക് അടയ്ക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്ന് വേണം കരുതാൻ. ശബ്ദം നേർത്തതായി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വരുന്ന സമയത്തൊക്കെ രൂക്ഷമായ ശബ്ദമായിരുന്നു. ആ ശബ്ദത്തിന്റെ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇന്ധനം ഈ വാതകം മുകളിലേക്ക് തന്നെ ചോരുന്നുണ്ട്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ പ്രകടമാണ്. വാഹനങ്ങളൊന്നും അതുവഴി സ്റ്റാർട്ട് ചെയ്യാതെ മുമ്പോട്ട് പോകണമെന്ന കൃത്യമായ നിർദ്ദേശമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വാഹനങ്ങൾ സുരക്ഷിതമായ അകലത്തിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അഗ്നിശമന സേനയും പോലീസും ഈ CNG പൈപ്പ് ലൈനിന്റെ കോൺട്രാക്ടേഴ്സ് അതോടൊപ്പം അതിന്റെ ജീവനക്കാർ ടെക്നിക്കൽ ജീവനക്കാർ ഇവരടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ ഈ ലീക്കേജ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. CNG വാതകം ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചോർച്ച ഇതുവരെ ഒഴിവാക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയന്ത്രണ വിധേയമാണ് സാഹചര്യമെന്ന് പറയുന്ന ഘട്ടം എത്തിയിട്ടില്ല. എന്നാൽ അവിടെ അതിന് നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഇടപെടലുകൾ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. ജനങ്ങൾക്ക് ആളപായം ഉണ്ടാകാതിരിക്കാൻ, അപകടമുണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നു. ആളുകളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്പാർക്ക് ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഇടപെടലുകളാണ് നടക്കുന്നത്. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്ഥിതി ഇതുവരെ നിയന്ത്രണ വിധേയമല്ല. നമുക്ക് അവിടെ ഈ അമിതമായി ചോർച്ച മൂലം ആ വാതകം അന്തരീക്ഷത്തിൽ കെട്ടിനിൽക്കുന്നത് കാണാൻ കഴിയും. വലിയ ശബ്ദത്തോടു കൂടിയുള്ള ചോർച്ചയാണ്. ആ ശബ്ദം ഇപ്പോഴും കേൾക്കുന്നുണ്ട്. വാതകം കെട്ടിനിൽക്കുന്നത് അല്പം ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്ന തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അന്തരീക്ഷത്തിൽ. ഇപ്പോൾ ഡാൻ വീണ്ടും അവിടെ നിന്ന് വിവരങ്ങളുമായി. ഡാൻ പറഞ്ഞോളൂ. ഈ ലൈൻ ഓഫ് ചെയ്തു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. കാരണം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിനടുത്തേക്ക് എത്തുന്നു. ഈ ലൈൻ ഓഫ് ചെയ്ത് കൃത്യമായി ഓഫ് ചെയ്തെന്ന് തന്നെ പറയാം. കാരണം ശബ്ദം നിലച്ചിട്ടുണ്ട്, ലീക്കേജിന്റെ ശബ്ദം നിലച്ചിട്ടുണ്ട്. അതായത് പ്രധാന വാൽവ് പൂർണ്ണമായി അടച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അപകട സാധ്യത താൽക്കാലികമായെങ്കിലും വലിയ ആശങ്കയ്ക്ക് പരിഹാരമായിരിക്കുന്നു. കാരണം ആ ലീക്കേജ് ബ്ലോക്ക് ചെയ്യുന്നത് വരെയുള്ള ആ സമയമായിരുന്നു ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സമയം. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് അവിടെ നിന്ന് ആ ലീക്കായ വാതകം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന വാക്യൂം ചെയ്യുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കണം. അതോടൊപ്പം ഈ പൈപ്പ് ലൈൻ അവിടെ നിന്ന് നീക്കേണ്ടതുണ്ട്. അതായത് ആ പൈപ്പ് ലൈനിന്റെ ലീക്കേജ് നീക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവരുടെ മേൽനോട്ടത്തിൽ തുടർ നടപടികൾ ഏകോപിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇവിടെ
ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിയന്തര സാഹചര്യം വന്നാൽ അത് നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പോലീസിന്റെ കൃത്യമായ ഒരു വിന്യാസം ഈ 1 മണിക്കൂറിനിടയിൽ ഇവിടെ ഉണ്ടായത്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് തന്നെ ഈ ഗ്യാസുകൾ അല്ലെങ്കിൽ ഈ ലീക്കേജ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ആശങ്ക നിറഞ്ഞ സാഹചര്യത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതും. എന്തായാലും വാഹനങ്ങൾ ഒരു തരത്തിലും ഇപ്പോൾ കടത്തിവിടാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ലഭിക്കുന്ന സൂചന. കാരണം വാഹനങ്ങൾ അങ്ങനെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഉണ്ടാക്കാനിടയുള്ള അപകടകരമായ സാഹചര്യം നമുക്കറിയാം. എന്തായാലും ഈ ലീക്കേജ് ഉണ്ടായ സ്ഥലത്തേക്ക് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഏത് ഭാഗത്താണ് ഈ അപകടം ഉണ്ടായത്, ഏത് ഭാഗത്താണ് ചോർച്ച ഉണ്ടായത്, ആ ഭാഗം കൃത്യമായി അടയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ദൂരത്ത് അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും പോലീസും കൂട്ടമായി അവിടേക്ക് എത്തുന്നത് കാണാം. അവർ അവിടേക്ക് എത്തിക്കൊണ്ട് ആ ചോർച്ച അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ നേരം ആശങ്കാജനകമായ ഒരു സ്ഥിതിയിലേക്ക് എത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ ആശ്വാസത്തിന് വഴിമാറുന്നത്. കാരണം ഇതിന്റെ പ്രധാന വാൽവ് ആ കണക്ഷൻ പോയിന്റിൽ പോയി വേണമായിരുന്നു അടയ്ക്കാൻ. അത് എവിടെയാണെന്ന് നമുക്കറിയില്ല. അത് സംബന്ധിച്ച കൃത്യമായ വിവരം പോലീസിനും ഇല്ല. അത് ഒരുപക്ഷെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അറിയുമായിരിക്കും. അവിടേക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, അതോടൊപ്പം ഈ കോൺട്രാക്ടേഴ്സ്, ഈ പൈപ്പ് ലൈൻ കോൺട്രാക്ടേഴ്സ് ഒക്കെ എത്തി അത് അടയ്ക്കുന്നത് വരെ ഉള്ള കാലതാമസം, അതാണ് ഏറ്റവും വലിയ ആശങ്കയായി മാറിയത്. ഏതായാലും 1 മണിക്കൂറിന് ശേഷം ആ നടപടിക്രമങ്ങൾ ഏതാണ്ട് 1:40 പൂർത്തിയായിരിക്കുന്നു. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി വഴിതിരിച്ചു വിട്ടുകൊണ്ട്, പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് വലിയൊരു അപകടകരമായ സാഹചര്യത്തിലേക്ക് മാറുമായിരുന്ന കാര്യങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഒന്ന് തുടരുക. ഇപ്പോൾ റീജിയണൽ ഫയർ ഓഫീസർ അബ്ദുൾ റഷീദ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അബ്ദുൾ റഷീദ്, ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപമാണ് CNGയുടെ ചോർച്ച ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചോർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള അപകട വശങ്ങൾ എന്താണ്? എന്തൊക്കെ അപകടങ്ങൾക്കുള്ള വഴിയുണ്ട് അതിന്? ഇതിപ്പം CNGയുടെ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. CNG എന്ന് പറയുമ്പോൾ നമ്മൾ LPG നിന്നും തികച്ചും വ്യത്യസ്തമാണ്. LPG എന്ന് പറഞ്ഞാൽ എയറിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഹെവി ആയിരിക്കും. അതുകൊണ്ട് LPG നേരെ താഴെ എയറിന് താഴെയായിട്ട് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെങ്കിൽ CNG എന്ന് പറഞ്ഞാൽ എയറിനെക്കാട്ടിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. അതുകൊണ്ട് തന്നെ LPG ഉണ്ടാക്കുന്ന അത്ര അപകട സാധ്യത CNG ഉണ്ടാക്കുന്നില്ല. പക്ഷെ അപ്പോഴും അത് ആ എയറിൽ CNGയുടെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ, അത് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയ ഇഗ്നിഷൻ കിട്ടിയാലും അത് കത്തിപ്പറ്റാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ കൂടുതൽ അളവിൽ താഴെ തങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേക വശം എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് ലീക്കായി കഴിഞ്ഞാലും അതിന് എയറിനെക്കാട്ടിൽ ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് മുകളിലേക്ക് കുറേശ്ശായിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത്, കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിസിപ്പേറ്റ് ചെയ്ത് അങ്ങ് പോകും നോർമലി. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടുതലായിട്ട് നിലനിൽക്കില്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് LPG അപേക്ഷിച്ച് നമുക്ക് CNGക്ക് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിന് ലീക്ക് വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും സ്പാർക്ക് ഉണ്ടെങ്കിലും അവിടെ തീ പിടിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ പൈപ്പ് ലൈനിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് കൊണ്ട് പൈപ്പ് ലൈനുകൾക്ക് ഐസൊലേഷൻ വാൽവുകൾ ഈ 2 സൈഡിലും ഉണ്ടാവും. ഈ ഐസൊലേഷൻ വാൽവുകൾ നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഐസൊലേഷൻ വാൽവ് മുതൽ ലീക്ക് ഉണ്ടായ സ്ഥലം വരെ ഉള്ള പൈപ്പ് ലൈനിൽ അവശേഷിക്കുന്ന വാതകം എത്രത്തോളമാണോ ആ വാതകം പുറത്തു പോകുന്നത് വരെയാണ് അതിൽ റിസ്ക് ഉള്ളത്. അത്രയും വാതകം പുറത്തു പോയി അത് അന്തരീക്ഷത്തിലെങ്കിൽ ലയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് അതിൽ റിസ്ക് ഉണ്ടാകുന്നില്ല. ഇതാണ് ഇതിന്റെ ഒരു സാങ്കേതിക വശം എന്ന് പറയുന്നത്. ഈ ചോർച്ച ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ പരിസരവാസികൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു വാൽവിലെ ചോർച്ച അടയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, ആ ചോർച്ച നിന്നിട്ടുണ്ട്, എങ്കിൽ പോലും നമുക്ക് അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ നിൽക്കുന്നത് കാണാം. അതിൻ്റെ അല്പം കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരങ്ങൾക്ക് മുകളിലാണ് അത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ അവിടെ പ്രദേശവാസികളൊക്കെ സ്വീകരിക്കേണ്ടുന്ന ഒരു മുന്നറിയിപ്പ് എന്താണ്? പ്രധാനമായിട്ട് LPG ലീക്കായി കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കുമോ അത് തന്നെ ഇവിടെയും സ്വീകരിക്കണം. അതായത് വാഹനങ്ങളുടെ ഗതാഗത ആ ഭാഗത്ത് നിരോധിക്കണം. അതേപോലെ ഒരു സ്പാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാം. മീൻസ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ സമീപത്ത് അത് ഉപയോഗിക്കുന്നതും ഒരു സ്പാർക്ക് ഉണ്ടാകാൻ എന്തെല്ലാം സാധ്യതകൾ ഉണ്ടാകാമോ അതെല്ലാം നമ്മൾ അവിടെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പിന്നെ ആൾക്കാരെ ആ ഭാഗത്തു നിന്നും ഒഴിവാക്കുക, രക്ഷാപ്രവർത്തകർ മാത്രമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ള ആൾക്കാരെയൊക്കെ ആ ഭാഗത്തു നിന്ന് ഒഴിവാക്കുക. ഇതാണ് നോർമലി നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ചോർച്ച നിന്ന് കഴിഞ്ഞാൽ ഇനി എത്ര നേരം അതിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാകും? ഇത് അപകടകരമായ നിലയിൽ ഉണ്ടാകും? LPG പോലെ അപകടകരമായ നിലയിൽ ഇത് കൂടുതൽ സമയം അവിടെ തങ്ങി നിൽക്കില്ല. കാരണം ഇത് എയറിനെക്കാട്ടിൽ ഡെൻസിറ്റി കുറവായതുകൊണ്ട് അത് മുകളിലേക്ക് തന്നെ അങ്ങ് പോകും.
താഴെ ഡെൻസിറ്റി കൂടിയ എയർ ആയിരിക്കും നിൽക്കുക. ഈ CNG ലീക്ക് ആയതെല്ലാം മുകളിലേക്ക് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആ അപകട സാധ്യത അങ്ങ് ഒഴിവായി മാറും. LPG ആണെങ്കിൽ നേരെ തിരിച്ചാണ്. എയറിനെക്കാട്ടിൽ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് LPG എപ്പോഴും താഴെ തങ്ങി നിൽക്കും. അത് മൊത്തത്തിൽ അതിന്റെ സാന്ദ്രത വളരെ കുറഞ്ഞ് എയറുമായിട്ട് ഒരുപാട് ന്യൂട്രലൈസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ LPGയുടെ അപകട സാധ്യത കുറയുള്ളൂ. പക്ഷെ കമ്പാരിറ്റീവ്ലി CNG പെട്ടെന്ന് തന്നെ അപകട സാധ്യത ഒഴിവാകും. ഇതൊരു കൺഫൈൻഡ് ഏരിയ അല്ലാത്തത് കൊണ്ട്, ഇത് ഓപ്പൺ ഏരിയ ആണല്ലോ. കൺഫൈൻഡ് ഏരിയ ആണെങ്കിൽ ഇത് ഗ്യാസ് നമുക്കവിടെ തങ്ങി നിൽക്കുമെന്ന് പറയാം. ഓപ്പൺ ആയതുകൊണ്ട് കാറ്റൊക്കെ അടിച്ച് പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. വേറെ വലിയ ഒരു അപകട സാധ്യത LPG പോലൊരു വലിയ അപകട സാധ്യത ഇതിൽ ഉണ്ടാവില്ല. അപ്പോ ഈ ചോർച്ച നിന്നിട്ടുണ്ടെങ്കിൽ അപകട സാധ്യത ഒഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാമല്ലേ? അപകട സാധ്യത ഏതാണ്ട് ഒഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും കുറച്ച് സമയം കൂടെ നമ്മൾ ഒരു ശ്രദ്ധ വേണം. കാരണം ഇത് എത്രമാത്രം ഡിസിപ്പേറ്റ് ചെയ്ത് പോയി നമുക്കറിയില്ല. അതേപോലെ പൈപ്പ് ലൈനിലുള്ളത്, പൈപ്പ് ലൈനിലെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഇരുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അബ്ദുൾ റഷീദ് ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഏകദേശം അവിടുത്തെ അപകട സാധ്യത ഒഴിയുന്നു എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ വാൽവുകൾ രണ്ട് ഭാഗത്തു നിന്നും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഇതിൻ്റെ സംവിധാനം. അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ അവിടെ നിന്ന് ഡാൻ തന്നെ ആ ചോർച്ച കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആദ്യം ആ ചോർച്ചയുടെ അളവ് കുറയുന്നുണ്ടായിരുന്നു, പിന്നീട് അത് പൂർണ്ണമായും അവസാനിച്ചു. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നേരം അവിടെ അന്തരീക്ഷത്തിൽ കെട്ടി നിൽക്കുന്ന CNG ഒഴിഞ്ഞു പോകേണ്ടുന്ന സമയമേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് തന്നെ വായുവിൽ ലയിക്കും എന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. LPGയുടെ അത്രയും അപകടകാരിയല്ല CNG, ഭാരം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് അന്തരീക്ഷത്തിൽ ലയിച്ച് പെട്ടെന്ന് തന്നെ അപകട സാധ്യത ഒഴിവാകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഡാൻ കുര്യൻ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ പൂർണ്ണമായും ആ അപകട സാഹചര്യം ഒഴിവായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് അവിടുന്ന് ഇപ്പോൾ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഒരു വശത്ത് നിന്ന് വാഹനങ്ങൾ പോലീസിന്റെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്ന് കിംസ് ആശുപത്രിക്ക് മുന്നിലൂടെയുള്ള റോഡിലൂടെ വാഹനങ്ങൾ ഇവിടേക്ക് കുമാരപുരം ദിശയിലേക്ക് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി മറുവശത്തേക്കുള്ള വാഹനങ്ങൾ, അതും ആ വാഹനങ്ങൾ ഇപ്പോൾ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏതാണ്ട് ഒരു മണിക്കൂറായി ബ്ലോക്കായി നിന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ഇരുവശങ്ങളുമായി പോയി തുടങ്ങിയിരിക്കുന്നത്. അതായത് ഈ ലീക്കേജ് കൃത്യമായി അടച്ചുവെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അതിനുശേഷമാണ് ഈ നടപടി ആരംഭിച്ചിരിക്കുന്നത്. ആ ഭാഗത്തേക്ക്, അതായത് ഈ ലീക്കേജ് ഉണ്ടായ പൈപ്പ് ലൈനിന്റെ സമീപത്തേക്ക് നമുക്ക് അല്പസമയത്തിനകം എത്താൻ കഴിയും. കാരണം ഇതുവരെ നമുക്ക് അവിടേക്ക് പോകുന്നതിനൊരു കൃത്യമായ നിയന്ത്രണം ഉണ്ടായിരുന്നു, വിലക്കുണ്ടായിരുന്നു. ആ വിലക്ക് നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കൃത്യമായി അതിനടുത്ത് പോയി എന്താണ് സംഭവിച്ചത് എന്ന കാര്യം നേരിൽ അടുത്ത് കാണാൻ കഴിയുന്ന ഒരു സൗകര്യം ഒരുങ്ങുകയാണ്. CNG അത് പൂർണ്ണമായി അവിടെ നിന്ന് ഇതെങ്ങനെയാണ് അനുഭവപ്പെട്ടത്? സ്മെല്ലുണ്ടായിരുന്നോ? ഡാൻ ഏറ്റവും ആദ്യം അവിടെ എത്തിയ മാധ്യമപ്രവർത്തകനാണ്, ഏറ്റവും അടുത്ത് വരെ എത്തിയിരുന്നു ഡാൻ. അപ്പോൾ സ്മെല്ലുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഇത് അനുഭവപ്പെട്ടത്? രൂക്ഷമായ ഗന്ധമായിരുന്നു. നമുക്ക് അതിനടുത്ത് നിൽക്കാൻ കഴിയില്ല, അത്രയും രൂക്ഷമായ അളവിൽ. കാരണം ഇത് ഒരു കൃത്യമായ ഒരു മെഷർമെന്റ് വെച്ചിട്ടുള്ള ഒരു വാതകമല്ല പുറത്തേക്ക് തള്ളി ചോർച്ചയുണ്ടായത്. അത് കൃത്യമായി ഇങ്ങനെ ഓരോ മിനിറ്റ് ഇടവിട്ട് കുമിഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പുറത്തേക്ക് തള്ളി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അധിക നേരം നമുക്കിവിടെ സ്വാഭാവികമായി തന്നെ നിൽക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോഴാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി നമ്മൾ ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കണം. കാരണം അത് കൂടുതൽ അളവിൽ അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഇടയാകുന്ന ഒരു അപകട സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് അവർ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ഇവിടെ നിന്ന് നമ്മൾ ഉൾപ്പെടെ ഇവിടെ കൂടുന്ന ആളുകളെ, വാഹനങ്ങളിലുണ്ടായിരുന്ന യാത്രക്കാരെ, സ്ഥലവാസികളെ, വീടുകളിൽ താമസിക്കുന്ന ആളുകളെ ഉൾപ്പെടെ പൂർണ്ണമായി മാറ്റിയത്. ഇതാണ് സ്ഥലം. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ JCB ഉപയോഗിച്ച് കുഴിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു അപ്രതീക്ഷിതമായി ഈ വാതക പൈപ്പ് ലൈൻ, അതായത് CNG പൈപ്പ് ലൈനിൽ ഈ ചോർച്ച ഉണ്ടാകുകയും ഒരു മണിക്കൂർ നേരം ആശങ്കയ്ക്കിടയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. ഇപ്പോൾ ലീക്കേജ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അതിന്റെ ജീവനക്കാർ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പൈപ്പ് ലൈനിന്റെ ഏത് ഭാഗത്താണ് ഈ വിള്ളൽ വീണിരിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗം അത് കൃത്യമായി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ അളവിലേക്കാണ് ഈ
CNG ചോർച്ച അല്ലെങ്കിൽ ഈ വാതക ചോർച്ച ഉണ്ടായത് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം അത് അന്തരീക്ഷത്തിലേക്ക് എന്തായാലും വലിയ ആശങ്കയുടെ മണിക്കൂറാണ് കടന്നുപോയത് ഡാൻ. ഒരാശങ്കയുടെ ഒരു മണിക്കൂർ എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഒരു പ്രശ്നങ്ങളുമില്ലാതെ, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് സുരക്ഷിതമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഇത് സംഭവിച്ചു എന്നത് അന്വേഷിക്കേണ്ടതല്ലേ? വലിയ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം പൈപ്പുകൾ കടന്നു പോകുന്നിടത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന നടപടികൾ ഉണ്ടായിട്ടില്ലേ? അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഈ കാര്യങ്ങളിലൊക്കെ അന്വേഷണം ഉണ്ടാകേണ്ടതല്ലേ? അതുണ്ടാകുമോ? അത് പ്രാഥമികമായ നടപടി ആ ചോർച്ച അടയ്ക്കുക എന്നുള്ളതിനാണ്. അതിനുശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതിലേക്കൊക്കെ വിശദമായ പരിശോധനകൾ നടക്കൂ. നിലവിൽ അത് ഏത് ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അതിനടിയിൽ കൂടി CNGയുടെ പൈപ്പ് ലൈൻ പോകുന്ന കാര്യം JCB ഉപയോഗിച്ചിരുന്ന ജീവനക്കാർക്ക് അറിയാതെ പോയതാണോ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് അങ്ങനെ ഒരു ശ്രദ്ധക്കുറവ് മൂലമുണ്ടായ ഒരു പിഴവാണോ? അതിലാണ് കൃത്യമായ ഒരു വിശദീകരണം ആദ്യം ഉണ്ടാകേണ്ടത്. അത് അങ്ങനെ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അങ്ങനെ ഒരു പിഴവ്, അശ്രദ്ധ അവരുടെ ഭാഗത്തു നിന്ന് ബോധപൂർവം ഉണ്ടായതാണോ, അത് അവർക്ക് അറിയാതെ പോയതാണോ, അത് അറിഞ്ഞുകൊണ്ടാരും അതിനടുത്ത് പോയി ഇങ്ങനെയൊരു അല്ലെങ്കിൽ വളരെ ആഴത്തിൽ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ ശ്രമിക്കില്ല. ഒരുപക്ഷെ അവർ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരിക്കും എന്നത് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ഭാഗത്തുകൂടിന്റെ മുകളിലൂടെ സാധാരണ സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കുന്നത് പോലെ തന്നെയാണ് അവർ മണ്ണെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനടിയിൽ ഈ CNG പൈപ്പ് ലൈൻ ആണ് എന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണ അവർക്ക് ഇല്ലാതെ പോയതാകാം ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് വേണം പറയാൻ. ഇപ്പോൾ ഏതായാലും അപകടകരമായ ഒരു മണിക്കൂർ പിന്നിടുന്നു. ഇപ്പോൾ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തുന്നു. ഈ ചോർച്ചയുണ്ടായ ഭാഗം, ലീക്കേജ് കൃത്യമായി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അത് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുമുണ്ട്. ശരി, ഡാൻ കുര്യനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു മണിക്കൂർ നേരം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ ഇത് എന്ന ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകളെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ടിരിക്കുന്നു, ആ ചോർച്ച അടച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഇത് സംഭവിച്ചു എന്നതിൻ്റെ കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകാൻ വൈകും. JCB ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഇത്തരമൊരു ചോർച്ച സംഭവിക്കുന്നത്. എന്തായാലും വലിയ ആശങ്ക ഒഴിഞ്ഞിരിക്കുകയാണ്. സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അവിടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. ഡാൻ കുര്യനാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. പ്രമുഖ ആഗോള വ്യവസായ ശൃംഖലയായ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് തങ്ങളുടെ മുൻനിര ബ്രാൻഡുകളായ ജീപാസ്, റോയൽ ഫോർഡ് എന്നിവ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. അതിവേഗം വളരുന്ന ഇന്ത്യൻ ഉപഭോക്തൃ വിപണി ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾക്കാണ് ഗ്രൂപ്പ് തുടക്കം കുറിക്കുന്നത്. GCC രാജ്യങ്ങൾ, UK, ആഫ്രിക്ക, CIS രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ സാന്നിധ്യമുള്ള ജീപാസിന് 40 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ്, ലൈറ്റിംഗ്, പേഴ്സണൽ കെയർ, ലൈഫ് സ്റ്റൈൽ വിഭാഗങ്ങളിലായി 1100-ലധികം ഉൽപ്പന്നങ്ങളാണ് ജീപാസ് വിപണിയിലെത്തിക്കുന്നത്. We are planning to launch our 2 flagship brands, Jeepaas and Royal Ford. ഈ രണ്ട് ബ്രാൻഡ് which is our flagship brand, which is got a heritage of around 40 years old. അപ്പോൾ ഈ രണ്ട് ബ്രാൻഡ് ഇവിടെ ലോഞ്ച് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് നിങ്ങളെ ഈ പ്രോഗ്രാം ക്ഷണിച്ചേക്കണേ. അപ്പോൾ ഇത് നമ്മൾ അനൗൺസ് ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരള മീഡിയ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഞങ്ങൾക്കറിയാം കേരള എനിത്തിങ് ദാറ്റ് ഹാസ് ടു ബി അഡ്രസ്ഡ് ഇൻ കേരള ആദ്യമേ മീഡിയ വഴിയാണ് അത് നമ്മൾ ചെയ്യണേ. അപ്പം അതുകൊണ്ട് ആദ്യത്തെ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തത്, നമ്മുടെ ലോഞ്ചിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം തന്നെ പ്ലാൻ ചെയ്ത ഒരു മീഡിയ ഇൻറ്ററാക്ഷനാണ്. അപ്പോൾ ആ ഒരു സെഷനിലേക്ക് വീണ്ടും ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം. ഇലക്ട്രോണിക്സ് ഐറ്റമാണ്, എനിത്തിങ് റിലേറ്റഡ് ടു ഇലക്ട്രോണിക്സ്. അതിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഹ്യൂജ് ആണ്. അതായത് നമ്മൾ സ്മോൾ അപ്ലയൻസ് ഉണ്ട്, ബിഗ് അപ്ലയൻസ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ് ഉണ്ട്, ടൂൾസ് ഉണ്ട്. സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണ്ണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,090 രൂപ, പവന് 1,04,720 രൂപ. സ്വർണ്ണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,755 രൂപ, പവന് 86,040 രൂപ. വെള്ളി ഗ്രാമിന് 235 രൂപ, കിലോയ്ക്ക് 2,35,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചെയ്തു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.